അന്തരിച്ച കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ലിനി റോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലിനി പോലും വിശ്വസിക്കുന്നത് ഈ റോയിയുടെ മരണത്തിൽ വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനകൾ നടന്നു, അതായത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തിന് വെളിയിലും വലിയ രീതിയിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ റോയി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, തൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, വിദേശ നിക്ഷേപം നടത്തിയതിൽ കമ്പനിക്ക് വലിയ പാളിച്ച പറ്റി, അത് എന്നെ വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നും കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് റോയ് തൻ്റെ ഡയറിയിൽ കുറിച്ചത്. അപ്പോൾ ഇതിനിടയിൽ ഈ റോയ് തന്നെ ലിനിയെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം ഞാൻ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെ ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു? അപ്പോൾ അതിന് ലിനി കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന്. അപ്പോൾ ലിനിക്കും അറിയായിരുന്നു ഇതിനകത്ത് ചില ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഓൾറെഡി നടന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഒരു മരണത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അതായത് അത്രത്തോളം ലോലഹൃദയനല്ലായിരുന്നു CJ റോയ് എന്നുള്ള വ്യക്തമായ ബോധ്യം ലിനിക്കുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് എങ്ങനെ ഇത് ആത്മഹത്യയിൽ നയിച്ചു. ഇപ്പോഴും അതൊരു വലിയൊരു മിസ്റ്ററിയാണ്. അതായത് ആ ദിവസം അവിടെ എന്താണ് നടന്നത് എന്ന് ഇപ്പോഴും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അതായത് 3 മാസമായിട്ട് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതായത് അവിടെ അത്ര കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പോലുള്ള വലിയൊരു കമ്പനിയിൽ എപ്പോഴും ഒരു CCTV ഒരു മാനേജർ ഉണ്ടാവും, ഒരു ഓപ്പറേഷൻ റൂം ഉണ്ടാവും, ഇതിനകത്തൊക്കെ മോണിറ്റർ ചെയ്യാൻ ഇതിനൊക്കെ ആൾക്കാരുണ്ടാവും. അതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചില ചോദ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് CJ റോയിയുടെ സഹോദരനായ CJ ബാബുവിനെ കുറിച്ചും അവിടുത്തെ MD ആയ TA ജോസഫിനെ വ്യക്തമായി ചോദ്യം ചെയ്യണം. ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പുതിയ ഇൻഫോർമേഷൻസ് കിട്ടും എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പോൾ ഈ ലിനി റോയ് എന്താ ചെയ്യാൻ പോകുന്നത്? ലിനി റോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അത് CJ റോയ്, അതായത് ഈ ഡയറി കുറിപ്പുമായി ബന്ധപ്പെട്ട് അതിന് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ CJ റോയ് ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞതാണ്. അതായത് ഞാൻ ജീവൻ എടുക്കാൻ തീരുമാനിച്ച ആളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഈ ലിനി റോയ് എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വ്യക്തമായ ധാരണ CJ റോയ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദുബായിലേക്ക്, അതായത് ഇവർ കുടുംബസമേതം താമസിക്കുന്ന ദുബായിലാണ്. അപ്പോൾ അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസിലും ഒരു കണ്ണ് ഈ ലിനി റോയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിനിടയിൽ എങ്ങനെ മരണത്തിൽ സ്വന്തം ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി? അപ്പോൾ അതിന് പിന്നിൽ കളിച്ചത് ആരാണ്? എന്തൊക്കെ ശക്തികൾ, ബാഹ്യശക്തികൾ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ എന്തെങ്കിലും ഒരു അറിവ് എന്തായാലും ലിനി റോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഇവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിലോ ലിനി റോയുടെ കുടുംബത്തിൻ്റെ കയ്യിലോ ആ വ്യക്തിയുടെ കയ്യിലോ നിൽക്കുന്ന കാര്യമല്ല. ഇത് രാജ്യത്തിന് വെളിയിൽ നടന്ന പല കാര്യങ്ങളും, പല ഡീലുകളും, പല ലിങ്കും ഇതിനകത്ത് എന്തായാലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലിനി വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ടിട്ട് ഇതിലൊരു വ്യക്തമായ ധാരണ, അതായത് ഒരു വ്യക്തമായ ഒരു സൊല്യൂഷൻ വേണമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ ഓൾറെഡി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതായത് ദുബായിലെ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒരു UAE പൗരനെ എന്തെങ്കിലും ഒരു രൂപ പോലും ആരെങ്കിലും ഇൻവെസ്റ്റേഴ്സ് പറ്റിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ സ്വത്തും, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ സ്വത്തുക്കളും പിടിച്ചെടുക്കാനുള്ള ഒരു നിയമം UAE-ലുണ്ട്. ഇന്ത്യയും UAE-യും തമ്മിൽ ഒരു കരാറുണ്ട്. അതായത് ആരെങ്കിലും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ സോഴ്സ് ചോദിക്കാൻ ഒരു കരാർ ഓൾറെഡി ഇന്ത്യയും UAE-യും സൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ റെയ്ഡ് നടന്നതിനുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം UAE ഇതുവരെ സ്വത്തുക്കളൊക്കെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയും റോയുടെയൊക്കെ സ്വത്തുക്കളൊക്കെ പിടിച്ചെടുക്കുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ എന്തിൻ്റെ ഇതിലാണ്, അതായത് എവിടെയാണ് പിഴച്ചത്, അതിന് ലൂപ്പ് ഹോളൊന്നുമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എനിക്കറിയുന്ന പല കാര്യങ്ങളും രഹസ്യങ്ങളും പ്രധാനമന്ത്രി നേരിട്ട് ധരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അതായത് ഇനിയിപ്പം ഇന്ത്യൻ സർക്കാർ വിചാരിച്ചാൽ മാത്രമേ ഈ ദുബായിലുള്ള പ്രോപ്പർട്ടീസൊക്കെ സീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഇവർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അതായത് ഇവർ അവരുടെ ഒരു ലീഗൽ അഡ്വൈസർ വെച്ചോ ഒരു വക്കീലിനെ വെച്ചോ വാദിക്കലിൽ നടക്കുന്ന കാര്യമല്ല. ദുബായിയാണ് സംഭവം. അവിടെ എന്ന് വെച്ചാൽ ഇവരുടെ കോമ്പറ്റേറ്റേഴ്സൊക്കെ അതിശക്തരാണ് വെച്ചാൽ വലിയ തിമിംഗലങ്ങളാണ് ഇവർ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെയൊക്കെ റിയൽ എസ്റ്റേറ്റിലെ കോമ്പറ്റേറ്റേഴ്സ്. അവർ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല. അവർ തന്നെയാണ് പല വിവരങ്ങളും ഓരോരോ കാലഘട്ടത്തിലായിട്ട് ദുബായ് UAE അധികൃതരെ അറിയിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ ലിനി ഈ പ്രധാനമന്ത്രി കാണാൻ പോകുന്നതിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ദുബായിൽ നടക്കുന്ന പ്രോപ്പർട്ടി സീസിങ്ങിൻ്റെ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിലെന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ, ലിനിക്ക് അറിയുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിക്കാനും അതിൽ നീതി ലഭിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തോ വലിയ രീതിയിലുള്ള കളികൾ നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആംഗിൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ CCTV 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന്. പിന്നെ അത് മാത്രമല്ല, അതായത് ഈ റോയുടെ റൂമിൽ കയറി ചെല്ലാൻ പറ്റുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് അവിടുത്തെ MD TA ജോസഫും ഒന്ന് ഈ റോയ്ക്ക് മാത്രമാണ് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇത്രയും കാലമായിട്ടും ഇവിടെ CCTV വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തിയറികളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് സഹോദരൻ CJ
ബാബുവിനും ടി.എ. ജോസഫിനെയും വലിയ രീതിയിൽ പിടിച്ച് കുടഞ്ഞ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോയ് തന്നെ ഈ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് കമ്പനിയുടെ ഭാവി കാര്യങ്ങളൊക്കെ മകനും ടി.എ. ജോസഫും ടി.എ. ജോസഫും കൈകാര്യം ചെയ്യുമെന്ന്. അതായത് മകന് ഇവിടുത്തെ റോയുടെ ഇന്ത്യയിലെ ബിസിനസ്സോ അവരുടെ ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ചും ഒരു ഐഡിയ ഇല്ല. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ മലയാളം പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. പുള്ളിക്കാരൻ ഫുൾ ഡീൽ ചെയ്യുന്ന ദുബായിലെ കാര്യങ്ങളാണ്. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളിലും ഒന്നും അറിയില്ല പുള്ളിക്കാരനെ. അപ്പോൾ ഈ സഹോദരൻ CJ ബാബു തന്നെ പറയാണ്, അതായത് ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നത് ഈ ടി.എ. ജോസഫും മകനുമായിരിക്കും. അപ്പോൾ ടി.എ. ജോസഫിന് MD ആയ ടി.എ. ജോസഫിന് എല്ലാ കാര്യങ്ങളും വ്യക്തമായ ധാരണയുണ്ട്. ഇവിടെ എന്താ നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ഈ ഒന്നും അറിയാത്ത മകനെ വെച്ചിട്ട് ഫുൾ കളികൾ കളിക്കുന്നത് ടി.എ. ജോസഫ് ആയിരിക്കും. ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും? അതായത് ഒരു പേരിന് മാത്രം മകനുണ്ടാവും, പക്ഷേ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ടി.എ. ജോസഫ് ആയിരിക്കും. മുമ്പ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ CJ റോയ് എങ്ങനെയാണോ ചെയ്തത്, അതായത് CJ റോയ് എന്താ ചെയ്തത്, ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ നമ്പൂതിരിയെ അട്ടപ്പട്ടലം പറ്റിച്ചിട്ടാണ് ഈ ഇത് തുടങ്ങിയത്, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തുടങ്ങിയത്. അതായത് വാങ്ങുന്ന എല്ലാ പ്രോപ്പർട്ടീസും ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ പേരിലല്ലാതെ സ്വന്തം പേരിലാണ് പ്രോപ്പർട്ടീസ് വാങ്ങിക്കൂട്ടിയത്. അതാണ് അവസാനം അവിടുന്ന് കമ്പനിയിൽ പുറത്താക്കുമ്പോൾ ഇതും കൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നുള്ള വ്യക്തമായ ഒരു മെസ്സേജ് നമ്പൂതിരി ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഓണറായ നമ്പൂതിരിക്ക് കൊടുത്തത്. അപ്പോൾ സമാനമായ സാഹചര്യം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒന്നും അറിയാത്ത മകനും എല്ലാം അറിയുന്ന ടി.എ. ജോസഫും തമ്മിൽ ഇനി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിനകത്ത് തന്നെ ഈ കാലയളവിൽ എന്തൊക്കെ ഈ ടി.എ. ജോസഫ് എന്ന് പറയുന്ന MD എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വരും ദിവസങ്ങളെ പുറത്തു വരും. ഇപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ വലിയ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതായത് ഇപ്പോഴും സ്വയം നിറയൊഴിച്ചു എന്നുള്ളൊരു കാര്യം മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഒരു CCTV ഫൂട്ടേജ് പോലും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതായത് IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായി എന്ന് പറയുന്നു. പിന്നീട് പുറത്ത് വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ദിവസം ചോദ്യം ചെയ്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴും എന്താ പറയേണ്ടത്, ഒരു സോളിഡ് എവിഡൻസോ ഒരു വിഷ്വൽസോ ഒന്നും കയ്യിലില്ല. CCTV ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്, സഹോദരനെ ചൊല്ലിയിട്ടും ഈ MD ടി.എ. ജോസഫിനെ ചൊല്ലിയിട്ടും. അപ്പോൾ ഇത്രയും ഈ ഒരു ആംഗിളിൽ ഭാര്യ ലിനി റോയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ നടന്ന പല കാര്യങ്ങളും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നല്ലൊരു ധാരണ ലിനിക്ക് ഉണ്ടാകും. അപ്പോൾ റോയെ സംബന്ധിച്ചിടത്തോളം ദുബായിൽ നടക്കുന്ന പല ആക്ടിവിറ്റീസും സ്ലോവാക്യയിലെ ഓണററി കൗൺസിലും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തിരുന്നു, എന്തൊക്കെ ലിങ്ക് ഉണ്ടായിരുന്നു, ആരൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നു, അത്രയും ഏതൊക്കെ രീതിയിലെ കണക്ഷൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളിലും ലിനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ലിനി ഈ പ്രധാനമന്ത്രി കാണാൻ പോകുന്നതിന് പിന്നിലെ ഉദ്ദേശം തന്നെ അതായിരിക്കും. അതായത് ഇത്രയും അറിഞ്ഞ ഒരാൾ, അപ്പോൾ എങ്ങനെ, അതായത് ഒരിക്കലും സൂയിസൈഡ് സ്വയം എന്താ പറയേണ്ടത് ആത്മഹത്യ ചെയ്യാത്ത ഒരു വ്യക്തി, അതായത് അത്രയും സ്ട്രോങ് ആയ ഒരു വ്യക്തി ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് അത് ചെയ്തു? അതിന് പിന്നിൽ എന്തെങ്കിലും കളികളുണ്ടോ? ഇതിന് ഇൻ കേസ് ആത്മഹത്യയാണോ? അങ്ങനെയുള്ള ആംഗിൾസൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി എടുത്ത് പറയും. പക്ഷേ അവർക്ക് അവരുടെ കമ്പനിയെ പ്രൊട്ടക്ട് ചെയ്യണം, അവരുടെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം, തൻ്റെ ഭർത്താവിന് നീതി ലഭിക്കണം. അതായത് നീതി ലഭിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും അനീതി നടന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി കാണേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഇത്തരം എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഇതിനകത്ത് എന്തൊക്കെയോ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ അന്വേഷണ ഏജൻസികൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ആദ്യം ചെയ്യേണ്ടത് സഹോദരൻ CJ ബാബുവിനെയും ടി.എ. ജോസഫ് MD ആയ മാനേജിംഗ് ഡയറക്ടറായ ടി.എ. ജോസഫിനെയും കസ്റ്റഡിയിലെടുത്ത് വലിയ രീതിയിൽ ചോദ്യം ചെയ്യണം. അവരുടെ ഫോൺ കോളുകൾ പരിശോധിക്കണം, എല്ലാം ചെയ്യണം. അപ്പോൾ ഒരുപാട് വിവരങ്ങൾ കിട്ടും. ഈ CJ റോയുടെ ആംഗിളിൽ മാത്രം നോക്കാതെ ആദ്യം താഴെ തട്ടുന്ന നോക്കുക, മുകളിൽ നിന്ന് നോക്കാതെ താഴെ തട്ടുന്ന റൂട്ട് ലെവലിൽ നിന്ന് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ പല രഹസ്യങ്ങളും പുറത്തു വരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോഴും നമുക്ക് CCTV ഫൂട്ടേജ് ഒന്നുമില്ല. ഇവർ അന്വേഷണ ഏജൻസികളും നമ്മൾ പത്രമാധ്യമങ്ങളിലും വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. പക്ഷേ അതെല്ലാം അറിയുന്നൊരു വ്യക്തിയാണ് ഭാര്യയായ സിനി റോയ്. ആ സിനി റോയാണ് സാക്ഷാൽ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. അപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ വിശദമായി പറയും. ചിലപ്പോൾ അതിന് എന്തെങ്കിലും രാജ്യത്തിന് വെളിയിലുള്ള പല ശക്തികളും ഇതിൻ്റെ ബാഹ്യശക്തികൾ ഇടപെടലുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. നമുക്കതിനെ കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.